Hi friends, Assalamualaikum, Namaskaram and welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫെറാറോ റോഷർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുറേ കാലമായി റെസിപ്പിയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇന്ന് കേക്ക് സ്പഞ്ച് റെസിപ്പി അടക്കം ഫുള്ളായിട്ട് ഡെക്കറേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളും അതുപോലെ തന്നെ ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി അറിയുമെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി. നമ്മൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ചെയ്യുന്ന സ്പഞ്ച് റെസിപ്പി എടുത്താൽ മതി. സ്പഞ്ചൊക്കെ ഇതിൽ ഒരുപോലെ തന്നെയാണ്, നമ്മളെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നോർമൽ എഗ് ബീറ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പീഡിൽ തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്, അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിന്റെ സ്പീഡ്, എഗ് ബീറ്ററിന്റെ സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ബാറ്ററി കാണുമ്പോൾ മനസ്സിലാവും. അതൊന്ന് സ്പീഡ് കുറച്ചതിന് ശേഷം നമ്മൾ കൊക്കോ പൗഡർ എടുത്ത ആ 1/4 കപ്പ് ഉണ്ടല്ലോ, സെയിം ആ കപ്പിൽ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് മിക്സ് ആക്കി ഉടനെ നമ്മൾ ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇത് സമയം നമ്മൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഓവന് പ്രീ ഹീറ്റ് ചെയ്തോളാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തോളാം. 180 ഡിഗ്രിയിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്തോളാം. അതുപോലെ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ ആദ്യം ഇതുപോലെ വിസ്ക് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസ്ക് മാറ്റിയിട്ട് നമ്മളെ സ്പാച്ചില വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചിന്റെ ഒരു റൗണ്ട് പാൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീസ് ഒക്കെ ചെയ്ത് അതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് റിമൂവ് ആയിട്ട് കിട്ടാനായിട്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്നുപോലെ സ്ക്യൂറായിട്ട് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. ഇനി 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഞാനിവിടെ നമ്മളെ കേക്ക് ബേക്ക് ആവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ നമ്മളെ ഹേസൽനട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു 50 ഗ്രാം ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതിനൊരു പച്ച ചുവ പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് നല്ല സ്ലോയിലിട്ടിട്ട് വേണം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു നട്ട്സ് ആണ് ഈ ഹേസൽനട്ട്. 50 ഗ്രാമിന് തന്നെ 70 രൂപയോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫില്ലിങ്ങിലായിട്ടും നമുക്ക് പുറത്ത് ഡെക്കറേഷനും ഒക്കെ കൊടുക്കാനുള്ളത് ഉണ്ടാകും. ഇത് മിക്സിയിലിട്ടിട്ട് പൊടിക്കൊന്നും വേണ്ട, അപ്പോൾ വല്ലാണ്ട് പൊടിഞ്ഞു പോവും. ഇത് ചൂടായിട്ട് ജസ്റ്റ് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഫെറാറോ റോഷറിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സിൽ ഏറ്റവും പ്രത്യേകത കൂടിയതാണ് നമ്മൾ ഈ ഹേസൽനട്ട്. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇട്ടപ്പോൾ നന്നായിട്ട് ചെറുതായി പോകണം. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ടും കുറച്ച് നല്ല വലിയ തരിയൊക്കെ കേക്കിൻ്റെ സൈഡിലൊക്കെ ഡെക്കറേഷൻ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിൽ കേട്ടോ. താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ടുള്ള മെത്തേഡിലാണ്. അപ്പോൾ ഇതാ നമ്മളെ കേക്കും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പം ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട്.
ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ ന്യൂട്ടല്ല ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ ഷുഗർ സിറപ്പ് ഇതാണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടല്ല ചേർത്തിട്ട് ഇനിയും മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യാം. അപ്പോൾ ന്യൂട്ടല്ല ആകുമ്പോൾ ഡയറക്റ്റ് വെള്ളത്തിൽ ചേർക്കുമ്പോൾ അത് അലിഞ്ഞു കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ അതാണ് ചൂടുള്ള വെള്ളം എടുക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പോളം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബീറ്റായി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്കും നമ്മൾ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫെറാറോ റോഷറിന്റെ ഫില്ലിങ്സിൽ കൊടുക്കുന്ന ക്രീം. അപ്പോൾ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോളൊക്കെ ന്യൂട്ടല്ല ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി കളർ പോരാ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഓരോരുത്തർ ചേർത്ത് നോക്കുക. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് മതിയാവില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ക്രീമിൻ്റെ കളറേ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മളെ വെള്ളവും ഷുഗർ സിറപ്പും ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിതാ കേക്ക് ഇവിടെ 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറായിരിക്കും. അപ്പോൾ ഇതാ ഒരു 10 ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 kg കേക്കിന് ഞാൻ 1.5 kg ബേസ് ആണ് എടുക്കാറ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് 1 ലെയർ ഫസ്റ്റ് ലെയർ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ തണുത്തിട്ടുള്ള നമ്മളെ ഷുഗർ സിറപ്പ് കേട്ടോ, ന്യൂട്ടല്ലൻ്റെ സിറപ്പാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ നന്നായിട്ട് തന്നെ ആദ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്തല്ലോ. അപ്പൊ അതും കൂടെ ഇതിന്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ അതിൽ വിപ്പിംഗ് ക്രീം ചേർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല കേട്ടോ, ഡയറക്റ്റ് ക്രീം ചോക്ലേറ്റ് മാത്രമാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത്. ആ ഒരു ഇത് നമ്മൾ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തു കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ന്യൂട്ടല്ല വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഹാസൽനട്ട് ഉണ്ടല്ലോ, അതും കൂടെ ഫില്ലിങ്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കേക്ക് കഴിക്കുന്ന ടൈമിൽ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നല്ലൊരു റിച്ച് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമ്മളെ ഈ ഫെറാറോ റോഷർ എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ 2nd ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പ്രൊസീജിയറിൽ തന്നെ ഇനി കേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നത്തെ റെസിപ്പീസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അതിലൊക്കെ ഞാൻ ഒരുപാട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഡെക്കറേഷൻസ് മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു ഡെക്കറേഷൻസ് മതി, റെസിപ്പി വേണ്ട എന്നുള്ളത്. അപ്പോൾ ഫെറാറോ റോഷർ ഉണ്ടാക്കിയ ടൈമിൽ കുറേ പേര് എൻ്റെ അടുത്ത് റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചധികം ടൈമൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അപ്ലോഡ് ആക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ 2nd ലെയർ ക്രീമും ചെയ്തു. അതിൻ്റെ മുകളിലും നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് 3rd ലെയർ വെച്ച് കൊടുത്തു. അതും വെറ്റ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ നമ്മൾ കേക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മതി 2nd കോട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് അപ്പോഴേ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിൽ തന്നെ 2nd കോട്ട് ക്രീം ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി സ്പാച്ചുല സ്ക്രൈപ്പർ ഒക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ വൃത്തിക്ക് ഇത് ഐസിങ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ മസ്റ്റ് ആയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, തണുപ്പിച്ചിട്ട് വരാം. ഇനി നമ്മൾക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ സെയിം ഉണ്ടാക്കിയ ആ ബൗൾ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു കയ്പ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ കേക്കിലേക്ക് ഒഴിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് 1/4 കപ്പ് എടുക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അവിടെ ചൂടാവുമ്പോൾ നമുക്ക് മുകളിലെ പാത്രത്തിൽ ആവി വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ചൂടായി വരുമ്പം ഇത് മിക്സ് ആയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1:1 ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരുപാട് ഒലിച്ച് വരുന്ന രീതിയിൽ ഞാനിതിൻ്റെ മുകളിൽ ഒഴിക്കണില്ല. അങ്ങനെ ചെയ്താലും നമുക്ക് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണമെങ്കിൽ 1:1 റേഷ്യോയിൽ ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഒരു കപ്പിന് വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഒലിച്ച് വരുന്ന രീതിയിലാവും. ഇത് കുറച്ചും കൂടെ ഞാൻ കട്ടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി കിട്ടി. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം, അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ചിലർക്ക് ആ കയ്പ് കണ്ട് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ സെറ്റ് ആയിട്ടുള്ള കേക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുള്ള കേക്ക് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ടേൺ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കട്ടിയുണ്ട് നമ്മളെ ക്രീമെന്ന്. അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് താഴേക്കൊക്കെ ഒലിച്ചു പോകുന്നുള്ളതിലാണ് ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിലേക്ക് കറക്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്പാച്ചുല വെച്ചൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ അവിടെ കാണും. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ കേക്ക് നന്നായിട്ട് സെറ്റ് ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ചെരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കേക്കേ തെന്നിപ്പോവും. അപ്പോൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല സെറ്റ് ആയിട്ടുള്ള കേക്ക് ആകുമ്പോൾ അവിടെ ഉറച്ചു നിന്നോളൂ. അപ്പോൾ എനിക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, ഹേസൽനട്ട്, അത് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള നട്ട്സ് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിതാ ഫെററോ റോഷറിന്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 പീസിന് 100 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അങ്ങനെ ആ ചോക്ലേറ്റ് നമ്മൾ മുകളിൽ വെക്കുമ്പോൾ തെന്നി പോവാതിരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടൂത്ത് പിക്കിലാണ് കേട്ടോ കുത്തി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് താഴെ ഒന്ന് വെക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു ബോർഡ് അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ വെച്ചതിനെടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ വെക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വെച്ചു, പക്ഷെ എനിക്ക് അതൊരു ഇഷ്ടമായില്ല. ആ ഒരു അങ്ങനെ ചെയ്തപ്പം ഒരു ഭംഗിക്കുറവ് എന്തോ ഒരു ഇത്. അപ്പം ഞാൻ അതിനെ തിരിച്ചെടുത്തിട്ട് മുകളിൽ തന്നെ വെച്ചു കൊടുത്തേ. ഇനി ഇതിന്റെ മുകളിൽ ഞാനൊരു സിമ്പിൾ ഡെക്കറേഷനും കൂടി കാണിച്ചു തരാം. നമ്മൾ ഗോൾഡന്റെ ലെസർ ഡസ്റ്റ് ഉണ്ടല്ലോ, ഗോൾഡൻ പൗഡർ, ആ പൗഡർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മളെ നോസിൽ ഉണ്ടാവില്ല, നോസിൽ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. നോസിലിന്റെ ആ റൗണ്ട് പോർഷനില്ലേ, അത് നമ്മളെ ലെസർ ഡസ്റ്റിൽ ഒന്ന് ജസ്റ്റ് മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് ഇപ്പോൾ സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. അതിന്മേൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ആക്കുമ്പോൾ ആ ഭാഗം ആവുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഞാൻ എൻ്റെ നോസിൽ കാണുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ നോസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന നോസിലാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി കേട്ടോ, എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കേക്ക് ഫെററോ റോഷർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ഡിസ്ലൈക്ക് അടിക്കുന്നവർ അതിന്റെ കാരണം കൂടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതെന്താന്ന് വെച്ചാൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നെ പുതുതായിട്ടൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.